നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു കൊലപാതകമാണ് എന്നതാണ്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് കെട്ടിത്തൂക്കിയതാണ് എന്ന തരത്തിലൊക്കെയാണ് അവരുടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുന്നത്. ഇത് നമുക്കറിയാം CPM വിരുദ്ധത ശക്തമാക്കിയ ഒരു കേസ് കൂടിയാണ്. കാരണം CPMനെതിരെ വലിയ രാഷ്ട്രീയ വിമർശനം ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് CPMൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ PP ദിവ്യ അവരുടെ പരാമർശമാണല്ലോ ഇങ്ങനെയൊരു സംഭവത്തിന് തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഇവർ വരികയും അത് ക്ഷണമില്ലാതെ വരികയും ക്ഷണമില്ലാതെ വന്ന ശേഷം അവിടെ പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകിയ കാര്യത്തിൽ നവീൻ ബാബു ചില കൃത്രിമം കാണിച്ചു എന്ന തരത്തിൽ അതിൻ്റെ തെളിവുകൾ 2 ദിവസത്തിനകം പുറത്തു വരും എന്നൊക്കെയുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള അവരുടെ പരാമർശങ്ങൾ അത് നവീൻ ബാബുവിന് ഒരു ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിലൊക്കെയാണ് കേരള പോലീസിൻ്റെ ഫൈൻഡിങ് വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ കേസിൽ ഇപ്പോൾ PP ദിവ്യ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. അതിനിപ്പോൾ CBI അന്വേഷിച്ച ശേഷമാണ് ഈ കേസിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നതെങ്കിൽ അത് വരട്ടെ എന്നതാണ് എൻ്റെ നിലപാട്. അതാണ് എൻ്റെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ടേക്ക് എന്ന് പറയുന്നത്.